ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ ഇന്നലെ ഒരു മൂവി കണ്ട്, ദുരന്താർ മൂവി. അപ്പം അതിൻ്റെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ച്. ലാസ്റ്റ് മൂവിയുടെ റിവ്യൂ നിങ്ങളെല്ലാവരും അടിപൊളിയാക്കി. ഭയങ്കര വലിയ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 മണിക്കൂർ, ഇത് 3-3.25 മണിക്കൂറുണ്ട്. ഞങ്ങളൊരു 11:15 ഷോയിന് ബുക്ക് ചെയ്താൽ രാത്രി, തിരിച്ച് വീടെത്തിയപ്പോൾ രാത്രി 3:30, വെളുപ്പിന് 3:30 മണി. അപ്പോൾ പടത്തിൻ്റെ ഒരു ഇൻഡെപ്ത് ഒരു ഇത് മനസ്സിലാക്കണം. ഉറിയുടെ സെയിം ഡയറക്ടറിൻ്റെ അതേ മൂവിയാണ്. ഗംഭീര മൂവിയാണ്, കുഴപ്പമില്ല. ഒരു സ്പൈ, അവൻ അവിടെ ചെന്നിട്ട് പാകിസ്ഥാനിൽ ചെന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ നടന്ന കുറേ തീവ്രവാദ ആക്രമണങ്ങളുണ്ട്. പഴയ കാണ്ഡഹാർ മുതൽ ഇങ്ങോട്ട് 26/11 വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിടിലൻ ഒരു മൂവി. പിന്നെ ഉറിയിലുമായിട്ട് കുറച്ച് സ്പോയിലേഴ്സ് ഒക്കെ ഉണ്ട്. ഉറിയിൽ അതിൻ്റെ അകത്ത് ആ പൈലറ്റ്, ഒരു ലേഡി പൈലറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. അവളുടെ ഹസ്ബൻഡാണെന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സീനുണ്ട്. ആ പുള്ളിയാണ് ഇതിൻ്റെ അകത്ത് രൺവീറിൻ്റെ എന്താ പറയുക ക്യാരക്ടർ. പടം ടോട്ടലി സൂപ്പറാണ്, ഫൈറ്റൊക്കെ അടിപൊളിയാണ്. സ്റ്റോറി ലൈൻ വെച്ചിട്ട് പറയണമെങ്കിൽ കുഴപ്പമില്ല, 1 ടൈം വാച്ചുള്ളൂ. കാരണം ഒരു തവണ കാണുമ്പോഴത്തേക്കും ആൾക്കാരുടെ കിളി പറക്കും. കാരണം 3-3.25 മണിക്കൂർ തിയേറ്ററിൻ്റെ തിരിക്കുമ്പോഴത്തേക്കും ഒരു രക്ഷ ഉണ്ടാവില്ല. പിന്നെന്താ, പാട്ടുകളൊക്കെ നല്ലതാണ്. പാട്ട് ഇപ്പം ട്രെൻഡിങ് അല്ലേ, മൊത്തം ഫുൾ പാട്ട് തന്നെയല്ലേ, AI എല്ലാം മിക്സ് ചെയ്തിട്ട് എല്ലാം. അപ്പം പോയി കാണുക, എല്ലാവരും പോയി കാണുക. അതന്നെ. അക്ഷയ് ഖന്നയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. എൻ്റെ മോനെ പിരികം കൊണ്ട് ലാലേട്ടൻ തങ്കം കൊണ്ട് അഭിനയിക്കണ പോലെ പുള്ളി പിരികം കൊണ്ടൊക്കെ അഭിനയിക്കണം, ഒരു രക്ഷയില്ല. അയ്യോ അടിപൊളി. അക്ഷയ് ഖന്ന, നമ്മൾ രൺവീറിനെ കാണാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അക്ഷയ് ഖന്നനെ നമ്മുടെ ഫാനായിട്ട് മാറും. പിന്നെ പുതിയ നടി സാറ, അവള് നിങ്ങൾക്കറിയായിരിക്കും. സാറ മറ്റേ ക്ലിനിക് പ്ലസിലെ പഴയ മുടി പറിക്കണ പെണ്ണ, ചെറിയ വെച്ച് മറ്റേ ആൻമരിയ കലിപ്പിലാണ്, അവളാണ് എൻ്റെ അകത്ത് നടി. അവളും നല്ല അടിപൊളിയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളിയാ പടം. അപ്പോൾ പോയി കാണുക. ദുരന്തമൊന്നും അല്ല, പക്ഷെ നല്ല മൂവി.